ആലപ്പുഴ കടപ്പുറത്ത് 4 വർഷം മുൻപ് കൊട്ടിഘോഷിച്ച് സ്ഥാപിച്ച യുദ്ധക്കപ്പൽ തുരുമ്പ് പിടിച്ചു നശിക്കുന്നു. പൈതൃക പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച യുദ്ധക്കപ്പലിന്റെ ഉൾവശം 4 മാസത്തിനുള്ളിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. നാലു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 2021 ഒക്ടോബറിലാണ് യുദ്ധക്കപ്പൽ ആലപ്പുഴ കടപ്പുറത്ത് എത്തുന്നത്. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായായിരുന്നു പടക്കപ്പൽ സഞ്ചാരികൾക്കായി സ്ഥാപിച്ചത്. 4 മാസം കൊണ്ട് കപ്പലിന്റെ ഉൾവശം കാണാനുള്ള സൗകര്യം വിനോദസഞ്ചാരികൾക്ക് ഒരുക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ തുരുമ്പ് കയറി നശിക്കുകയാണ്. ഒരു കാലത്ത് പ്രതിരോധ സേനയുടെ പടക്കപ്പലായിരുന്ന INF-ST 81. 1 കോടി രൂപ അടുത്ത് ചെലവാണ്. ഇത് അരൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ ട്രാക്കിന്റെ ഇവിടെ കിടന്ന് എത്രയാണ് രൂപ അടച്ചിട്ടാണ് അത് ഇവിടെ വന്നത്. ഈ കമ്പി അഴിച്ചു കൊടുക്കുക, ട്രെയിനിന്റെ ഇത് മാറ്റാതെ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അത് കിടന്ന് നശിയ തുരുമ്പിച്ചു പോയി. യുദ്ധക്കപ്പലിനകം കാണാൻ തീരദേശത്ത് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും നിരാശയാണ്. കാണാത്ത രീതിയിലല്ലോ ചെയ്യണം. കപ്പലവിടെ ഉണ്ട് എന്നല്ലാണ്ട് നമുക്കത് കാണാൻ പറ്റണില്ലല്ലോ. അങ്ങനെ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്കത് ഉപയോഗപ്പെടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു പിക്ചറുമാതിരി അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു ഗുണമില്ല. പണ്ടത്തെ യുദ്ധക്കപ്പലെന്ന് വായിച്ചു, പക്ഷെ ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇതിന് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം. തുറന്നാൽ നല്ലതാണ്, കാണാനുണ്ട്. കുറച്ചു മുന്നേ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ, തുറക്കുവായിരുന്നേ കൊള്ളായിരുന്നു ഒന്ന്. മുസിരീസ് പ്രൊജക്ട് ലിമിറ്റഡ് കമ്പനിക്കാണ് പരിപാലന ചുമതല. അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയായി കപ്പൽ മാറിക്കഴിഞ്ഞു. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പുഴ കടപ്പുറത്ത് ഈ യുദ്ധക്കപ്പൽ എത്തിച്ചത്. വിനോദസഞ്ചാരികളെ മാടി വിളിക്കേണ്ട ഈ യുദ്ധക്കപ്പൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഇപ്പോൾ അനാഥമായി കിടക്കുന്നു. ക്യാമറമാൻ ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1 ആലപ്പുഴ.